സോ വീണ്ടും വന്നു. അപ്പോൾ ആക്ച്വലി ഇപ്പം ഞാൻ വന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മാക്ബുക്ക് പ്രോ, അതായത് M4 ചിപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ അത്രേ ഉള്ളൂ വിചാരിച്ചത്. കാരണം ഓൾറെഡി ഇത് ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മുടെ ചാനലിലത്തെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത്ര അങ്ങനെ ചെറിയ ഷോർട്ടായിട്ടൊരു കാര്യങ്ങൾ തരാം. 5 മിനിറ്റിൻ്റെ ഇതേ ഉണ്ടാവുള്ളൂ. കാരണം അധികം മാത്രം വലുതൊന്നും ഇല്ലല്ലോ. കാരണം എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ തുറക്കാം. ഓക്കെ, തുറക്കുമ്പോൾ എപ്പോഴും ഇത് വേണ്ട. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് എടുത്തതാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ടാക്കിയത് ഇതൊക്കെ വേണ്ട. ഫസ്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം. പെട്ടിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതായത് എന്താ ഉണ്ടാവുള്ളൂ, ഒരു ചാർജറിൻ്റെ ഒരു വള്ളി ഉണ്ടാവും. അത് പ്രാവശ്യം ലൈക്ക് ഇതേപോലെയാണ്. ഫോക്കസ് ആകുന്നുണ്ടോ എനിക്കറിയത്തില്ല, എന്നാലും കാണിച്ചുതരാം. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ആരും വായിക്കാത്ത കുറച്ച് പേപ്പർ ഉണ്ട്. ഷസാം പറഞ്ഞ പോലെ ഇതൊക്കെ എങ്ങനെ എടുക്കുക ഇതൊക്കെ പഠിച്ചിട്ടേ. പിന്നെ ചാർജർ എനിക്ക് തോന്നുന്നത് എന്താ പറയുക 70 വോട്ടിൻ്റെ ചാർജർ കേട്ടോ. ഇത് കൊള്ളാം, നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ലൈക്ക് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, വെറുതെ ഒരു പെട്ടി മാത്രമല്ല, കുറച്ച് ലോഗോസ് ഉണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതെടുക്കാം. മാക്ക് എടുക്കാം. മാക്കിൻ്റെ ഫസ്റ്റ് ഞാൻ നിങ്ങളെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ, അതായത് അതിൻ്റെ പാനലിൽ തൊട്ടിട്ട് പഠിക്കരുത്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, കൊള്ളാം. ആക്ച്വലി ഇനി ഞാൻ ജസ്റ്റ് വേറെ രീതിയിൽ കാണിച്ചത്. ഇതിൻ്റെ ക്യാമറ ആക്ച്വലി നല്ല അടിപൊളിയാണെന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലിൽ ഏറ്റവും ബെസ്റ്റ് ഐഫോണിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ, ഐപാഡിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൊള്ളാം. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇതിൻ്റെ പാസ്വേഡ് എനിക്കറിയത്തില്ല. പാസ്വേഡ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വരാം. 1 സെക്കൻഡ്. സോ എഗെയിൻ ഞാൻ വന്നത്, കാരണം അവൻ്റെ പാസ്വേഡ് നമുക്ക് അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ്. പിന്നെ എപ്പോഴും നോക്കണ പോലെ തന്നെ, കാരണം ഈ ആപ്പിളിൻ്റെ ഐപാഡ് എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേ കാര്യങ്ങളായിരിക്കും. വലിയ ചേഞ്ചസ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഷസാം പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ. ഇതിൻ്റെ അകത്ത് OLED സ്ക്രീൻ അല്ല, ഇപ്പോഴും LCD LED അങ്ങനത്തെ സ്ക്രീനാണ്. നമ്മൾ പതുക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഈ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആരും വലുതായിട്ടില്ലല്ലോ, പതുക്കെ വലുതാവുള്ളൂ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ക്യാമറ കാണിച്ചു തരാം. എനിക്കത് മാത്രമേ കാണിച്ചു തരുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കോളാക്കിയിട്ട് ആഡ് ചെയ്ത് തരാം. അതാണ് എനിക്ക് ബെറ്റർ. കാരണം പതുക്കെ വരും. പിന്നെ ഷസം പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ അവന് കൊടുത്ത് എനിക്ക് തോന്നുന്നത് 180 സംതിങ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് iPhone 4GS പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പിന്നെ ഇതിലേറെ കുറച്ച് കുറവായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല, പക്ഷേ വിളിച്ചു നോക്കുക. നമ്പർ ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ടാഗ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ ക്യാമറ കാണിച്ചത്, എനിക്കത് മാത്രമേ കാണിച്ചു തരുള്ളൂ. സോ ഞാനതിൽ ആക്ച്വലി ക്യാമറ എടുക്കാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാമറൻ്റെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് ഈ പറഞ്ഞ ലേറ്റസ്റ്റ് മോഡലിൽ ആക്ച്വലി ബെസ്റ്റ് ക്യാമറയാണ് ഇതിൻ്റെ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ 1x ആക്കി തരാം. അപ്പോൾ ഇത് കണ്ടോ, കൊള്ളാം. അതായത് അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല നല്ല ക്യാമറയാണ് ഇതിൻ്റെ. അത് കൊള്ളാം. നമുക്ക് കൊള്ളാം, ഫോട്ടോയും കൊള്ളാം, സെറ്റും കൊള്ളാം. കണ്ടോ, ഈ പറഞ്ഞിൽ ലേറ്റസ്റ്റ് ആട്ടോ സാധനം. പിന്നെ അത്രേ ഉള്ളൂ, ഇത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. കാരണം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം ഞാൻ വലുതായിട്ടില്ല. പക്ഷെ വലുതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി മാക്യുറേറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഫസ്റ്റ് ലുക്ക്. പിന്നെ ഡെവലപ്പേഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. കാരണം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ റണ്ടറിങ് കാര്യങ്ങളൊക്കെ ഒന്നും ഇഷ്ടമില്ല. പിന്നെ കൂടുതലായിട്ട് മെയിനായിട്ട് എന്താ പറയുക, എഡിറ്റേഴ്സ് ഇതെടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, എനിക്ക് അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ബൈ.